റഷ്യൻ കൂലി പട്ടാളത്തിൽ ചേർന്ന തൃശൂർ കുട്ടനെല്ലൂർ സ്വദേശി ബിനിൽ കൊല്ലപ്പെട്ടത് ഡ്രോൺ ആക്രമണത്തിൽ നിന്ന് സന്ദേശം. ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന സുഹൃത്ത് ജെയിനാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചത്. ബിനിൽ കൊല്ലപ്പെട്ടത് 5-ാം തീയതിയാണെന്നും മൃതദേഹം ജെയിൻ കാണുന്നത് 6-ാം തീയതിയാണെന്നും സന്ദേശത്തിലുണ്ട്. കെ അഖിൽ ചേരുന്നു. അഖിൽ, ബിനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെയാണ്? ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് ജെയിൻ ഒരു സന്ദേശം അയക്കുന്നത്. ആദ്യം തന്നെ ജെയിൻ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരും അതുപോലെ തന്നെ പരിക്കുപറ്റിയവരും ഒക്കെ തന്നെ അറിയിച്ചിരുന്നു. ഇന്നലെ വിശദമായി എന്താണ് സംഭവിച്ചതെന്ന് ബന്ധുക്കൾ ജെയിനോട് ചോദിക്കുമ്പോഴാണ് ജെയിൻ കൃത്യമായി കാര്യങ്ങൾ പറയുന്നത്. 5-ാം തീയതി ബിനിൽ യുദ്ധഭൂമിയിലേക്ക് പോകുന്നു. ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നുവെങ്കിലും 2 ബറ്റാലിയനുകളായിട്ട് 2 സംഘങ്ങളായിട്ടാണ് യുദ്ധഭൂമിയിലേക്ക് അയക്കുന്നത്. 5-ാം തീയതി ബിനിൽ പോയി, പക്ഷേ തിരികെ എത്തിയില്ല. 6-ാം തീയതി ഈ ജെയിൻ യുദ്ധഭൂമിയിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ബിനിലിൻ്റെ മൃതദേഹം കാണുന്നത്. ഇവിടെ ചലനമറ്റ നിലയിൽ കാണുകയായിരുന്നു, അത് മരവിച്ച അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ തിരികെ ഓഫീസിൽ, അതായത് ഈ ക്യാമ്പിലേക്ക് എത്തി കാര്യം പറയാൻ ശ്രമിച്ചപ്പോൾ തന്നെ അവിടെ നിന്നും അവർ ആട്ടിവിടുകയാണ് ചെയ്തതെന്നും ജെയിൻ പറയുന്നുണ്ട്. തിരികെ എത്തി ബിനിലിൻ്റെ മൃതദേഹം തിരിച്ചു കടത്തിയപ്പോൾ ഈ ഡ്രോണിൽ നിന്നും വെടിയേറ്റതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ഈ ജെയിൻ സന്ദേശം അയച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ തന്നെ, അതായത് 6-ാം തീയതി ജെയിൻ പോകുമ്പോൾ ജെയിനും ഇത്തരത്തിൽ ഡ്രോണിൽ നിന്നുമുള്ള ഡ്രോൺ ആക്രമണത്തിലാണ് ജെയിനും പരിക്കേൽക്കുന്നത്. തുടർന്ന് ജെയിനെ മോസ്കോയിലേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ നിലവിൽ ഈ ബിനിലിന്റെ മൃതദേഹം എവിടെയാണ് എന്ന് കൃത്യമായ ഒരു വിവരവും ഇവർക്കില്ല എന്നുള്ളതാണ്. അതായത് ഈ ബന്ധുക്കളുമായി സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഉക്രൈൻ്റെ തലസ്ഥാനം പോലും ഇവർ നിന്നിരുന്ന സ്ഥലത്ത്, ക്യാമ്പ് ചെയ്തിരുന്ന സ്ഥലത്ത് നോക്കിയാൽ കാണാൻ കഴിയുമായിരുന്നു എന്ന് ജെയിൻ പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. അത്രത്തോളം ഉക്രൈൻ ഉള്ളിലേക്ക് കയറി ചെന്നാണ് ഈ റഷ്യൻ സംഘം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ്. അപ്പോൾ ഈ മൃതദേഹം എവിടേക്ക് കൊണ്ടുവന്നതിനെക്കുറിച്ച് ബന്ധുക്കൾക്കും വിവരമില്ല, ജെയിനും കൃത്യമായ വിവരമില്ല. കാരണം പരിക്ക് പറ്റിയ ഉടൻ തന്നെ അവിടെ നിന്നും ഈ ജെയിനെ മോസ്കോയിലേക്ക്, റഷ്യൻ തലസ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. ബിനിൽ ഇതിൽ കൊല്ലപ്പെട്ടത്, അതായത് ബിനിലിന്റെ മൃതദേഹം താൻ ആ യുദ്ധഭൂമിയിൽ വെച്ച് കണ്ടു എന്ന വിവരം കൂടി കൈമാറിയിരിക്കുന്നു. ഇന്നലെയാണ് ഔദ്യോഗികമായി ഇതിൽ സംബന്ധിച്ച് ഇന്ത്യൻ എംബസി ബന്ധുക്കളെ വിളിച്ച് വിവരം അറിയിക്കുന്നത്. അതായത് റഷ്യൻ ആഭ്യന്തര മന്ത്രാലയം ബിനിൽ മരിച്ചു എന്ന വിവരം കൈമാറിയെന്ന് ഇന്ത്യൻ എംബസി ബന്ധുക്കളെ വിളിച്ചറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ജെയിൻ, അതായത് ജെയിൻ പരിക്കുപറ്റിയ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതുകൊണ്ട് സംസാരിക്കാനോ മറ്റു രീതിയിലോ കഴിയുന്നില്ല. അപ്പോൾ ഈ വാട്സപ്പ് ടെക്സ്റ്റിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ ജെയിൻ ബന്ധുക്കളോട് പറഞ്ഞിരിക്കുന്നത്. സംഭവത്തിൽ എന്തായാലും അടിയന്തരം, അതായത് ബിനിലിന്റെ മൃതദേഹം കണ്ടെത്തി നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്ന ജെയിനെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കണം എന്നൊരാവശ്യമാണ് ബന്ധുക്കൾക്കുള്ളത്. കാരണം ജെയിനിന്റെയും ആയാലും ബിനിലിന്റെ ആയാലും ഒരു പാസ്പോർട്ടുകളൊക്കെ തന്നെ ഇതിനു മുൻപ്, അതായത് ആദ്യം ഇവർ ഉണ്ടായിരുന്ന റഷ്യൻ ഒരു ക്യാമ്പിലായിരുന്നു. ആ ക്യാമ്പിൽ വെച്ച്, അതായത് ആദ്യഘട്ടത്തിൽ ഈ ക്യാമ്പിൽ നിന്നും ഒരു സ്ഥലത്തേക്ക് പോയാൽ തിരികെ ഇവിടേക്ക് എത്തുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷേ അവസാനമായി ഇവർ ആ ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ അവിടെ നിന്നും അവർ തിരികെ എത്തിയില്ല. അതുകൊണ്ട് ഇവർ പാസ്പോർട്ടോ മറ്റു രേഖകളൊന്നും തന്നെ കയ്യിൽ കരുതിയിരുന്നില്ല. അതെല്ലാം അവർക്ക് നഷ്ടമായിട്ടപ്പോൾ എത്രയും പെട്ടെന്ന് ഈ അതായത് ബിനിലിന്റെ മൃതദേഹം അതുപോലെ തന്നെ ജെയിനെ ഇവിടേക്ക് എത്തിക്കണമെന്നൊരു ആവശ്യമാണ് ബന്ധുക്കൾക്കുള്ളത്.